വെൽക്കം ടു സ്റ്റഡി നിഫ്റ്റി മലയാളം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ PEG റേഷ്യോ എന്താണെന്ന് പഠിച്ചു. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കി തന്നു. ഓരോന്നും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്തവർ, കഴിഞ്ഞ ചാപ്റ്റേഴ്സ്, കഴിഞ്ഞ ലെസൺസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തവർ ഈ ക്ലാസ് മിഡിൽ വെച്ച് കാണരുത്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രീവിയസ് എല്ലാ വീഡിയോസും വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ട് രസിക്കാനല്ല ഞാൻ പറയുന്നത്, പഠിച്ചിട്ട് വേണം ഇവിടെ വരാൻ. അല്ലാത്തവർക്ക് ഞാൻ ഈ ക്ലാസ്സിൽ പ്രവേശനം നൽകില്ല. So you have to study well. Go check the playlist. സ്റ്റോക്ക് മാർക്കറ്റ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ സ്റ്റാർട്ടിങ് മുതൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 1 by 1 ഉണ്ട്. അതിൻ്റെ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ആ ഓർഡർ മിസ് ചെയ്യാണ്ട് നിങ്ങൾ അതെല്ലാം കണ്ടതിന് ശേഷം മാത്രമേ ഇതിലേക്ക് വരാവൂ. സോ ദിസ് ചാപ്റ്റർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ROCE ആൻഡ് ROE. ROCE എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താണെന്ന് ഞാൻ പറയാം. ദെൻ ROE എന്നാൽ എന്താണ്? റിട്ടേൺ ഓൺ ഈക്വിറ്റി. ഓക്കെ, ഇത് നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. ROCE ഈസ് ഈക്വൽ ടു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ദെൻ ROE ഈസ് ഈക്വൽ ടു റിട്ടേൺ ഓൺ ഈക്വിറ്റി. ഓക്കെ, ഇത് നോർമലി എന്താണ്? ROCE എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അസറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഓരോ പീരീഡിലും കമ്പനിയുടെ ഇപ്പോൾ ഒരു മാസം കമ്പനി 1 ടൺ അവരുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കി എന്ന് വെച്ചോളൂ. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണെങ്കിൽ 1 ടൺ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അവർ ഉണ്ടാക്കി എന്ന് വെച്ചോളൂ. ഓക്കെ, അതിൽ നിന്നും അവർ എത്ര ലാഭം സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ അവരെത്ര ഏർണിങ്സ് നേടുന്നു, ലാഭമല്ല, അവരെത്ര ഏർണിങ്സ് ഉണ്ടാക്കുന്നു എന്നുള്ളത്. അപ്പോൾ 1 ടൺ അവരുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടും എത്ര റിസോഴ്സ് ഉപയോഗിച്ചു, എത്ര ഫൈനാൻഷ്യൽ റിസോഴ്സ് ഉപയോഗിച്ചു, particularly for that production. It is purely linked with production of that particular output. അല്ലാണ്ട് കമ്പനിക്ക് വേറെ പല ആക്ടിവിറ്റീസും ഉണ്ടായിരിക്കും, പല രീതിയിലുള്ള ഇൻകം വരും, പല രീതിയിലുള്ള എക്സ്പെൻഡിച്ചേഴ്സൊക്കെ ഉണ്ടാവും. പക്ഷേ അവർ ആ ഒരു പർട്ടിക്കുലർ പീരിയഡിൽ അവരുടെ റിസോഴ്സ് എന്തിനു വേണ്ടിയിട്ട്, അവരുടെ എക്സാക്റ്റ് ആയിട്ടുള്ള അവരുടെ ഔട്ട്പുട്ടിലേക്ക് വേണ്ടിയിട്ട് അവർ എത്ര നിക്ഷേപിച്ചു, അതിൽ നിന്നും എത്ര വരുമാനം കിട്ടി എന്നുള്ള കാൽക്കുലേഷനാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ ഇവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 1 ടൺ, ഞാനൊരു എക്സാമ്പിൾ പറയാം. 1 ടൺ പ്രോഡക്റ്റ് XYZ എന്തോ ആയിക്കോട്ടെ, ഓക്കെ, 1 ടൺ, അല്ലെങ്കിൽ ഒരു സർവീസ് സെക്ടർ ആണെങ്കിൽ അവരുടെ ടോട്ടൽ സർവീസസ്, പർട്ടിക്കുലർലി ഇപ്പോൾ ഹോട്ടൽ ബിസിനസ്സിലൊക്കെ ഉള്ളതാണ്, പർട്ടിക്കുലർലി ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു വലിയ ഹോട്ടൽ ശൃംഖല തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസ് പ്രൊവിഷൻ ഉണ്ടായിരുന്ന, ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, ആ ഒരു പർട്ടിക്കുലർ പീരിയഡിൽ അവരുടെ കമ്പനിയുടെ റവന്യൂ ജനറേറ്റഡ് ബൈ ഇൻവെസ്റ്റിംഗ് ക്യാപിറ്റൽ, റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര അവർ മുതൽ മുടക്കി, അതിൽ നിന്നും എത്ര വരുമാനം വന്നു, എത്ര മുതൽ മുടക്ക്, ആ മുതൽ മുടക്ക് മേ ബി അവരുടെ പ്രോഫിറ്റിൽ നിന്നാവാം, അല്ലെങ്കിൽ അവർ കടമെടുത്തിട്ടായിരിക്കാം, വാട്ടെവർ. അത് അവരുടെ ഫിക്സഡ് റിസോഴ്സസ് വേറെ പലതും ഉണ്ടായിരിക്കാം. ദാറ്റ്സ് ഡിഫറെൻറ്റ് കേസ്. പക്ഷെ കറക്റ്റായിട്ടുള്ള അവരുടെ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി എത്രത്തോളം ആ ഒരു പീരീഡിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നുള്ളതിൻ്റെയാണ്, അവരുടെ കയ്യിൽ നിന്ന് എത്ര ചിലവഴിച്ചു, അതിൽ നിന്നും എത്ര റിട്ടേൺ കിട്ടി എന്നുള്ളതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നതാണ് ROCE. ഇനി ഇതിന് 1000 എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യുകയോ മറ്റെന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നൗ നമ്മൾ പഠിക്കാൻ പോകുന്നത് ROE എന്നാൽ എന്തെന്നുള്ളതാണ്. അതിനു മുന്നേ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാണ്, സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക്കുമാണ്. പക്ഷേ നിങ്ങൾക്ക് മാർക്കറ്റ് റിസ്കിനെ നമുക്ക് ഏത് രീതിയിൽ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ള ഫണ്ട് ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട്, ക്യാപിറ്റൽ അപ്രിസിയേഷൻ വേണോ, സേവിങ്സ് വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഫണ്ട് വേണോ, വെറൈറ്റി ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്. SIP മാതൃകയിൽ വേണോ, ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ, എന്ത് വേണേലും ചെയ്യാനുള്ള മാർഗം നമുക്ക് എന്താ പറയുക, നമുക്ക് 1-to-1 കമ്മ്യൂണിക്കേഷൻ
ആപ്ലിക്കേഷൻ വഴി ഇരുന്നിട്ട് നമുക്ക് നല്ലൊരു ഫണ്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതിൻ്റെ ബെനിഫിറ്റ്സും നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ഫണ്ട് എന്തൊക്കെയാണെന്നും അതിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ചുമ്മാ ഒരു ഫണ്ടിനെ അങ്ങ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് വഴിയൊക്കെ സാധിക്കും. പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ഉണ്ടാവില്ല. നല്ലൊരു ഗൈഡൻസോടുകൂടി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. മസ്റ്റായിട്ട് ഭാവിയിലേക്ക് വേണ്ടിയിട്ട് എല്ലാവരും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ഓക്കെ, അതിന് നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. 1-to-1 കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം ഉൾപ്പെടെ നിങ്ങൾ എനിക്ക് ഐ വോണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്, ക്യാൻ യു ഫിക്സ് എ ടൈം എന്നുള്ള രീതിയിൽ നിങ്ങളൊരു മെസ്സേജ് എനിക്ക് അയച്ചാൽ നമുക്കൊരു സമയം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് 1-to-1 കമ്മ്യൂണിക്കേഷനിൽ ഇരുന്ന് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഫണ്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ തീർച്ചയായിട്ടും ചെയ്തു തരും. ആ സർവീസ് ഫ്രീ തന്നെയാണ്. ബിക്കോസ് ഞാനൊരു ഡിസ്ട്രിബ്യൂട്ട് ആയതുകൊണ്ട് അതെൻ്റെ കടമയാണ്. ദാറ്റ് ഈസ് എ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് വിത്തൗട്ട് ചാർജിങ് എനി ഫീസ്. നിങ്ങളതും പേടിക്കേണ്ട, അതിനെന്തെങ്കിലും ചാർജ് ഉണ്ടോ, ഒന്നുമല്ല. അത് ഫ്രീ ആയിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എനിക്ക് നിർബന്ധമുണ്ട്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുന്നേ നിങ്ങൾ എന്തിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഇതേമാതിരി നമ്മുടെ ഈക്വിറ്റിയിലെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുന്ന മാതിരി തന്നെ ഓരോ ഫണ്ടിനെ പറ്റിയും നമ്മൾ അനാലിസിസ് നടത്തണം. ഓക്കെ, ഇനിയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കൂ. നിങ്ങൾക്കോ മറ്റാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാൻ പറയുക. വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടെ കൊടുക്കുന്നു, അത് നോക്കിയിട്ട് അതിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. ഓക്കെ, കം ടു ദ നെക്സ്റ്റ് പോയിന്റ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ, ROE എന്താണ്? ROE എന്ന് പറയുന്നത് സെയിം നമ്മൾ കഴിഞ്ഞ ഇതിൽ ROCE എന്നാൽ എന്ത്? കമ്പനി ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ 1 ടൺ സാധനം ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ 1 ടണ്ണിന് വേണ്ടി അവർ എത്രത്തോളം ക്യാപിറ്റൽ അതിന് വേണ്ടി മാത്രം ചിലവഴിച്ചു എന്നുള്ളതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കണ്ടെത്തുക. എന്നിട്ട് അതിൽ നിന്നും എത്ര റവന്യൂ കിട്ടിയെന്ന് കണ്ടെത്തുക. അപ്പോഴല്ലേ അത് കുറച്ചും കൂടി നമുക്ക് കൃത്യമായ ആ ഒരു പീരീഡിൽ എത്രയാണ് കറക്റ്റായിട്ടുള്ള എത്ര വിനിയോഗിച്ചു, അതിൽ നിന്നും എത്ര ലഭിച്ചു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ മാത്രമല്ലേ കമ്പനി കൃത്യതയോടുകൂടിയാണോ പ്രവർത്തിക്കുന്നതെന്നും കൃത്യതയോടുകൂടി ലാഭത്തിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് മൊത്തം എൻ്റെ ഉപ്പുപ്പാൻ ഒരു വലിയ ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പക്ഷേ എൻ്റെ പൂർവികർ അല്ലെങ്കിൽ എൻ്റെ കാരണവന്മാർ വലിയ ആൾക്കാരായിരുന്നു എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സാധാരണ നമ്മൾ നാട്ടിലൊക്കെ പറഞ്ഞു കേൾക്കുന്നത് കേട്ടിട്ടില്ലേ? അതേമാതിരി തന്നെയാണ് ROCE എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ കയ്യിൽ എന്തുണ്ട് എന്നുള്ള ചോദ്യം വരില്ലേ? അതേ ചോദ്യമാണ് നമ്മളിവിടെയും ചോദിക്കുന്നത്. കമ്പനിക്ക് ഇപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആസ്തി, അതനുസരിച്ച് നിങ്ങളുടെ കപ്പാസിറ്റി എന്താണ്, അതിനനുസരിച്ച് നിൻ്റെ ഔട്ട്കം എത്രയുണ്ട്, അതിൽ നിന്ന് നിനക്ക് എത്ര റിട്ടേൺ കിട്ടുന്നു, ഇത്രയേ ഉള്ളൂ ROCE എന്ന് പറയുന്നത്. അതിനിട്ട് ROE എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടേൺ ഓൺ ഈക്വിറ്റി. അവിടെ ഈ ഈക്വിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്? കമ്പനിയുടെ അസറ്റിൽ എത്രമാത്രം വർധനമുണ്ടായി എന്നുള്ളതാണ് റിട്ടേൺ ഓൺ ഈക്വിറ്റി. സ്വന്തം ആ ഈക്വിറ്റി, ടോട്ടൽ ഈക്വിറ്റിയിൽ എത്ര വർധനമുണ്ടായി എന്നുള്ളത്. അത് എങ്ങനെ മനസ്സിലാക്കുന്നു? ROE ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ബേസിക് ഇതിന് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂ സ്റ്റുഡൻസ് എഴുതി വെക്കുക. ROE കമ്പയർ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ROCEയും ROEയും അതിൻ്റെ വാല്യൂസ് ഏതാണ്ട് ഒരുപോലെ വന്നാൽ, ഏതാണ്ട് സിമിലറായിട്ട് വന്നാലുള്ള ഗുണം എന്താണ്? അത് അത്യാവശ്യം ഗുഡ് കമ്പനിയാണ്. ROE കൂടുതൽ ROCE കുറവാണെങ്കിൽ ആ കമ്പനിക്ക് ഡെപ്റ്റ് കൂടുതലുണ്ടെന്ന് അർത്ഥം. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില പോയിൻറ്റ്സ്. ഇനി ഒരു മോഡറേറ്റ്ലി ഗുഡ് അല്ലെങ്കിൽ നമ്മൾ ഗുഡ് എന്ന് പറഞ്ഞ് ഒരു 3 സ്ലാൻസ്, ഗുഡ്, ബെറ്റർ, ബാഡ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ പുവർ ആണോ എന്ന് മനസ്സിലാക്കുന്ന മെട്രിക്കിൽ വെച്ചിട്ട് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ROE എബോവ് 15 ആൻഡ് എബോവ് വരികയാണെങ്കിൽ, പ്രൊവൈഡഡ് ഏത് സെക്ടറിലുള്ള കമ്പനീസ് ആയിരിക്കും, മാനുഫാക്ചറിങ്, ഓൾമോസ്റ്റ് ഓൾ സെക്ടേഴ്സ്, അത്യാവശ്യം 2 സെക്ടർ ഒഴികെ ബാക്കിയുള്ള എല്ലാ സെക്ടേഴ്സിനും ഓൾമോസ്റ്റ് സിമിലർ ആണ്. എത്രയാണ്? 15 ആൻഡ് എബോവ്. ഏതൊക്കെയാണ് 2 സെക്ടർ ഒഴിച്ചു നിർത്തേണ്ടുന്നത്? ഒന്ന് ബാങ്കിങ് സെക്ടർ, ഇനിയൊന്ന് IT സെക്ടർ. ഓക്കെ, ബാങ്കിങ്ങും IT-യും ഒഴികെയുള്ള മറ്റെല്ലാ സെക്ടേഴ്സിൻ്റെയും ROE എബോവ് 15, അറ്റ്ലീസ്റ്റ് എബോവ് 12 to 20 ഉള്ളിലാണെങ്കിൽ അത് എന്താ പറയുക? ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, നോട്ട് ബാഡ്.
എന്ന് പറയുന്ന രീതി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതും എബോവ് 15 ആണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് പെർഫോമിംഗ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടും ഒരേ വാല്യൂ ഒരിക്കലും വരത്തില്ല. അപ്രോക്സിമേറ്റ്ലി ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 100% ROCയും ROEയും ഒരേ വാല്യൂ, കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ടാവില്ല. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും ഓക്കെയാണ്. പക്ഷേ ROCയും ROEയും തമ്മിൽ കൺസിഡറബിൾ ഡിഫറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമ്മൾ 1-2 കമ്പനീസിനെ നമുക്ക് കയറി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ PE റേഷ്യോ PEG റേഷ്യോ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്ത അതേ കമ്പനി തന്നെയാണ്. കാരണം ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ് ആ കമ്പനി തന്നെയാണ് ഞാൻ എടുത്തു വച്ചേക്കുന്നത്. നമുക്ക് ROE ROCയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കുറച്ചും കൂടി നാച്ചുറലി മനസ്സിലാക്കാൻ പറ്റുന്ന ചില കമ്പനീസ് ഉണ്ട്. ചുമ്മാ ജസ്റ്റ് ഞാനിപ്പോൾ ഒരു കമ്പനി എടുത്ത് നോക്കാം. നമുക്ക് അപ്രോക്സിമേറ്റ്ലി ROE ROE തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരു ആവറേജ്, ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം റിലയൻസ് എടുത്ത് നോക്കൂ. അപ്പോൾ നമുക്ക് റിലയൻസ് നോക്കാം. സോ നമുക്ക് റിലയൻസ് എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന കമ്പനിയാണല്ലോ റിലയൻസ്. സോ ഇതിൻ്റെ ROCയും ROEയും വ്യത്യാസം ഇത് ജയൻറ്റ് കമ്പനി ലിസ്റ്റിൽ വരുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മാർക്കറ്റ് ക്യാപ്പിൽ തന്നെ ഇപ്പോൾ സ്മോള്, മിഡ്, ലാർജ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ജയൻറ്റ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റും കൂടെ ഉണ്ട് കേട്ടോ. ലാർജ് ക്യാപ്പ് മാത്രമല്ല ജയൻറ്റ് ക്യാപ്പാണ്. അപ്പോൾ ജയൻറ്റ് ക്യാപ്പിലുള്ള ഒരു കമ്പനിയാണിത്. സോ ഇത്തരം കമ്പനീസിൻ്റെയൊക്കെ ROE ROCയൊക്കെ എന്താ പറയുക, ഏതാണ്ട് ഈ ഒരു റേഞ്ച് 8-നും 10-നും റേഞ്ചിൽ നിന്ന് കഴിഞ്ഞാൽ അത് ഗുഡ് കമ്പനി തന്നെയാണ്. ഓക്കെ, സോ അതിൻ്റെ ഒരു ഉദാഹരണം എന്താ ഇവിടെ നോക്കൂ. ROCE എത്രയാണ്? 9.69. ROE എത്രയാണ്? 8.4. നോട്ട് ദാറ്റ് മച്ച് ഡിഫറൻസ് അല്ലേ, ഒരു 8% ഡിഫറൻസ് ഉള്ളൂ. 0.8% ഓർ ഓൾമോസ്റ്റ് ജയൻറ്റ് കമ്പനീസ് എന്ന് പറയുമ്പോൾ അത്ര വലുതല്ലേ. അതായത് ഇവരുടെയൊക്കെ നോക്കും മാർക്കറ്റ് ക്യാപ്പ് നോക്കും, 18 ലക്ഷം കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അത്തരം കമ്പനീസിനൊക്കെ ROCE ROE ഒക്കെ 10 അതേ റേഞ്ചിലുണ്ടാവും. ഞാൻ വേറൊരു ഇത് ഇൻഡസ്ട്രിയൽ ലെവലാണ്. പക്ഷേ ഇതേമാതിരി ബാങ്കിങ് സെക്ടറിലുള്ളൊരു കമ്പനി HDFC നോക്കൂ. ഓക്കെ, വേണ്ട, SBI നോക്കാം. നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു കമ്പനി SBI നോക്കൂ. അതിൻ്റെ ROCE ROEയും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. 6%-ഉം അതിൻ്റെ ROCE ROEയും തമ്മിൽ എന്താ ഇത്ര ഡിഫറൻസ് വരുന്നു സർ? അപ്പോൾ ഇതിന് കടം കൂടുതലുണ്ടോ? ഞാൻ പറഞ്ഞു ROCയും ROEയും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ കമ്പനിക്ക് കടം കൂടുതലുണ്ടെന്ന് അർത്ഥം. അപ്പോൾ SBIന് എന്താണ് കടം? നോക്കൂ, SBIൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 9 ലക്ഷം കോടിയാണ്. പക്ഷേ അതിൻ്റെ കടം നോക്കൂ, അതിൻ്റെ കടം എത്രയാണ്? 63 ലക്ഷം കോടി. എങ്ങനെ ഇത് സംഭവിച്ചു? SBIക്ക് ഇത്രയും വലിയ കടമോ? 63 ലക്ഷം കോടി കടം. പക്ഷേ അവരുടെ മാർക്കറ്റ് ക്യാപ്പ് വെറും 9,60,000 കോടിയേ ഉള്ളൂ. അപ്പോൾ അത് എന്താണ് ഈ കടം എന്ന് പറയുന്നത്? സിമ്പിൾ. ബാങ്കിങ് സെക്ടറിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെയും നിങ്ങളെയും പോലുള്ളവർ ആ ബാങ്കിൽ കൊണ്ടിടുന്ന ഡെപ്പോസിറ്റ്. ഈ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് അത് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? നമ്മളിൽ നിന്നും കടം വാങ്ങുന്നതായിട്ടല്ലേ അത് കൺസിഡർ ചെയ്യുന്നത്. ബാങ്കിങ് ജോലിയെ അത് തന്നെയാണ്, ഡെപ്പോസിറ്റ് സ്വീകരിക്കുക തന്നെയാണ്. ബാങ്കിന് വേറെ പ്രത്യേകിച്ച് മാനുഫാക്ചറിങ്ങോ സർവീസ് സെക്ടറോ ഒന്നും അല്ലല്ലോ. പണം നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ വാങ്ങുന്ന കാശിനെ അത് തിരിച്ചു കൊടുക്കേണ്ടുന്ന കാശായിട്ടല്ലേ അവർ കൺസിഡർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കാശ് വാങ്ങിക്കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടുന്ന കാശാണെങ്കിൽ അത് നമ്മൾ കടമായിട്ടല്ലേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ബാങ്കിങ് സെക്ടറിലുള്ള എല്ലാ സ്റ്റോക്സിനും എന്തുണ്ടാവും? കടം വളരെ കൂടുതലായിരിക്കും. വേറൊരു ബാങ്ക് പരിശോധിച്ച് നോക്കൂ. HDFC നോക്കൂ, അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 14 ലക്ഷം കോടിയാണ്. കടം നോക്കൂ, 34 ലക്ഷം കോടി കടം. അതിനർത്ഥം എന്താണ്? അവർ കടക്കാരാണെന്ന് അർത്ഥമല്ല, അത്രയും പൈസ തിരിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതെങ്ങനെയാണ് തിരിച്ചു കൊടുക്കുന്നത്? അത് ട്രീറ്റ് ചെയ്യുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്താ എഴുതി വെച്ചേക്കുന്നത്? എമൗണ്ട് സ്വീകരിക്കുന്നത് ദാറ്റ് ഈസ് ഈക്വലൻ ടു റീപേയ്മെൻറ്റ് മണി തന്നെയാണ്. ആ പൈസയിൽ നിന്ന് തന്നെയാണ് എന്ത് വേണ്ടത്? അവർക്ക് എന്ത് കൊടുക്കാനുള്ളത്? കടമായിട്ടാണ് സ്വീകരിക്കുന്നത്. അതിൽ നിന്നാണ് പിന്നെ അവരുടെ ഗ്രോത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ROCE നോക്കൂ, ROCE 7 ഉള്ളൂ. അപ്പോൾ അവരുടെ
കടമാണ് അവരുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാങ്കിങ് സെക്ടറിൽ കടം കൂടുതൽ വരിക എന്ന് പറയുന്നത് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അതർ സെക്ടേഴ്സിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയാം, ഇവിടെ നോക്കൂ, ROCE എത്രയാണ്? 7.1%. പക്ഷേ ROE 14 ഉണ്ട്. നല്ല ഹ്യൂജ് ഡിഫറൻസ് ആണ് കേട്ടോ ROEയും ROCയും തമ്മിൽ. പക്ഷേ അതിൻ്റെ നോർമലി ഇത് ROE എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സെക്ടറിൽ 7 to 10 അപ് ടു 10 ആൻഡ് എബോ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് വൺ. പക്ഷേ ROCE 7 or 6 to even 5 to 10 നിൽക്കുന്നത് നല്ലതാണ്. ROE അതേമാതിരി ഈവൻ 7 to 10 റേഞ്ചിലോ അല്ല അതിന് പുറത്തോ ഒക്കെ ആണെങ്കിൽ നല്ല കമ്പനി തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതൊക്കെ ഒരു മൈന്യൂട്ട് കമ്പാരിസൺസ് തന്നെയാണ്. ROE വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഒരു വ്യത്യാസം ബാങ്കിങ് സെക്ടർ. ഇനി IT സെക്ടറിൽ വരുമ്പോൾ ROE എബോ 30 ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല കമ്പനിയായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയത്തുള്ളൂ. നമുക്കിപ്പോൾ ഒന്ന് TCS എടുത്ത് വെച്ച് നോക്കാം. TCS എങ്ങനെ വരുന്നു നോക്കാം. TCSൻ്റെ ROE നോക്കൂ. TCSൻ്റെ ROCE എത്രയാണ്? 64%. ROE നോക്കൂ 52%. ഇറ്റ്സ് എ ഗുഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ബാക്കി ഇത് ഉടനെ നാളെ പോയി ഇൻവെസ്റ്റ് ചെയ്യുക എന്നർത്ഥമല്ല. അതിൻ്റെ മെട്രിക് ലെവൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ 2-3 ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ROCയും ROEയും നമ്മൾ ഒരുമിച്ച് കാണേണ്ടതാണ്. ROCയും ROEയും തമ്മിൽ ഓൾമോസ്റ്റ് നിയർ ബൈ ഇതിൽ തന്നെ നിൽക്കുന്നു. നോക്കൂ 64, അത് എബോ എത്ര വേണം? എബോ 30 ഈസ് കൺസിഡേർഡ് ടു ബി ഗുഡ് വൺ. സോ ഈ കമ്പനി നോക്കുക. ഇനി വേറൊരു IT കമ്പനി HCL ടെക് എടുത്ത് വെച്ച് നോക്കൂ. HCL ടെക്നോളജീസിൻ്റെ ROE എത്ര നോക്കൂ? എബോ 30% ROCE ദെൻ ROE എത്ര? 25%. നോട്ട് ദാറ്റ് മച്ച് ബാഡ്, ബട്ട് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഗുഡ്. സോ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇനി ഒരു കമ്പനി കൂടെ നോക്കൂ. നോക്കൂ. ഇൻഫിയുടെ എന്താണ്? ഇൻഫിയുടെ ROCE എത്രയാണ്? 30 ആൻഡ് എബോ. ഞാൻ പറഞ്ഞു ROCE ആൻഡ് ROE 30 ആൻഡ് എബോ ആണെങ്കിൽ നല്ലതാണ്. ഇത് നോക്കൂ, ഓൾമോസ്റ്റ് 28.8% ROE ഉണ്ട്. ROCE 37.5% ഉണ്ട്. സോ ഓൾ ടുഗദർ നമുക്കറിയാം ഈ ഒരു സെഗ്മെൻറ്റിൽ IT സെഗ്മെൻറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് കമ്പനി ഏതാണെന്ന് വെച്ചാൽ അത് TCS തന്നെയാണ്. സോ TCS അത് കഴിഞ്ഞാൽ അടുത്ത ഏതാ വരുന്നത്? ഇൻഫോസിസ് തന്നെയാണ് നല്ല കമ്പനി. സോ നല്ലതെന്ന് എന്ന് പറഞ്ഞാൽ അത് കമ്പനിയെ പറ്റിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയർ മാർക്കറ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കളയരുത്. ഓൾവേസ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് നല്ലതാണെന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങ് എല്ലാം അങ്ങ് മേളിൽ ആകാശം മുട്ടയിടിച്ച് കയറി പോകുന്നൊന്നും ആരും കരുതരുത്. ഓക്കെ, സോ ഇത് വൺ ഓഫ് ദി മെട്രിക്സ്. ROE പറ്റി മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഉദ്യമം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഇനി നോർമൽ ഇൻഡസ്ട്രീസ് കമ്പനീസ് വെച്ച് ഡിക്സൺ നോക്കൂ. ഡിക്സൺ ടെക്നോളജീസ് എന്താണ്? ഇലക്ട്രോണിക്സ് മേഖലയിലൊക്കെ പ്രവർത്തിക്കും. അത് നോക്കൂ, അത് ശരിക്കും പറഞ്ഞാൽ ഇത് IT-യേക്കാൾ അത് മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലുള്ള കമ്പനിയാണ്. അതിൻ്റെ ROE നോക്കൂ 15 ആൻഡ് എബോ ആണ്. ഗുഡ്, ഇത് ഫാൻറ്റാസ്റ്റിക് കമ്പനിയാണ്. ഇനി നമുക്ക് ഇനി തിരിച്ച് വേറൊരു കമ്പനി നോക്കുകയാണെങ്കിൽ BEML നോക്കാം. BEML ഭാരത് എർത്ത് മൂവേഴ്സ്. അത് ഒരു ഡിഫൻസ് സെക്ടറിലൊക്കെ ചേർന്ന് വരുന്ന കമ്പനിയാണ്. നോക്കൂ, ROCE 15%, ROE 10%. ഒരല്പം ROE വെച്ച് നോക്കുമ്പോൾ ഒരല്പം കുറവുണ്ട്. കാരണം ഡെപ്റ്റ് കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. 0.2 കൂടുതലല്ല, അത്ര കൂടുതലല്ല. ഇത് കൂടി ഇത് കുറയുമ്പോഴാണ് ഡെപ്റ്റ് പ്രശ്നം വരുന്നത്. ഇത് ഡെപ്റ്റ് നോർമൽ ഡെപ്റ്റ് തന്നെയാണ്. ഇനി ഒരു കമ്പനി നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. വിച്ച് കമ്പനി ഈസ് ഗുഡ്? JWL ഒരു കമ്പനി നോക്കാം. ജൂപ്പിറ്റർ വാഗൺസ്, റെയിൽവേയുടെ ബോഗീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി. നോക്കൂ, ഇതിൻ്റെ ROCE എത്ര? 21%. ഇതിൻ്റെ ROE എത്ര? 17%. നമുക്ക് ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസൊക്കെ എബോ എത്ര വേണം? 15 ആൻഡ് എബോ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ. ഓക്കെ, സോ അത് ഈ ഒരു കമ്പനി, നിങ്ങൾക്ക് കമ്പനിയുടെ വേരിയേഷൻസ് ഓരോന്നിൻ്റെ ROCE വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഒരിക്കലും ഒരേപോലത്തെ ഫിഗർ വരത്തില്ല. സോ ഇതിന് കടമുണ്ടോ? കടമുണ്ട്, തീർച്ചയായിട്ടും ചെറിയൊരു കടം. ഡെപ്റ്റ് ഈക്വിറ്റി നോക്കിയാൽ അറിയാം നമുക്ക് 0.21%. സോ ഇറ്റ് ഈസ് കമ്പയറിങ് ടു ദെയർ ഇൻകം ഇറ്റ് ഈസ് ഗുഡ്. അതൊന്നും പ്രശ്നമില്ലാത്തതാണ്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സിൽ പഠിക്കാം. സോ ROCE കമ്പാരിസൺ എന്താണെന്ന് മനസ്സിലാക്കിയോ? 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ബാങ്കിങ് സെക്ടറിലാണെങ്കിൽ ബിലോ 10 അത് ROCE എബോ 7 ആൻഡ് ബിലോ 10 ആണെങ്കിൽ ROCE ഇറ്റ് ഈസ് ഗുഡ്. ആൻഡ് IT സെക്ടർ എബോ 30 ബോത്ത് ROCE കമ്പയർ ചെയ്യുമ്പോൾ അത് എബോ 30 ലെവലാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്. ഇൻഡസ്ട്രിയൽ ബാക്കി അതർ എല്ലാ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സും ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേറെയും ഫർദർ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാം.
നിങ്ങൾ മൈന്യൂട്ട് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ അറിയണമെങ്കിൽ എയോട് ചോദിക്കുക, എ പറഞ്ഞു തരും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്. ഞാനിത് 3 സെഗ്മെൻ്റായിട്ട് തിരിച്ചു എന്നേ ഉള്ളൂ, നിങ്ങൾക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ IT സെക്ടർ ആണെങ്കിൽ above 30, both ROCE and ROE are considered to be good. Below ആണെങ്കിൽ it is moderately good, far below ആണെങ്കിൽ it is poor. Then comes to banking sector, IT sector, above 7% considered to be good, and above 10 and all it is fantastic. Below 7% is compared to be bad one. Okay, so the third point is 15 and above percentage is good for all classified industries are considered to be good. Okay, so this is how ROCE ROE പറ്റി നിങ്ങൾ കൂടുതൽ കമ്പാരിസൺ നടത്തി നോക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂവിനെ പറ്റി പറഞ്ഞു. ഇനി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് നിങ്ങൾക്ക് ഉള്ളിലേക്ക് ചെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യാം. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ്? സോ നമ്മളിപ്പോൾ ROCE പഠിച്ചു, ROE പഠിച്ചു, സ്റ്റോക്ക് PE പഠിച്ചു, മാർക്കറ്റ് ക്യാപ്പ് പഠിച്ചു, EPS പഠിച്ചു, പ്രൈസ് ടു ബുക്ക് വാല്യൂ പഠിച്ചു, ഇൻഡസ്ട്രി പ്രൈസ് ടു ബുക്ക് വാല്യൂ പഠിച്ചു, എങ്ങനെ ഇത് കമ്പയർ ചെയ്യണമെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് FII DII ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, FIIs DIIസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ എങ്ങനെയാണ് അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, സോ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെയാണ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ ഏതൊക്കെ വരെ പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാം ഇന്നത്തെ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. മ്യൂച്വൽ ഫണ്ടിൽ എല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നമുക്ക് 1-to-1 കമ്മ്യൂണിക്കേഷൻ വഴി നിങ്ങൾക്കുള്ള ഫണ്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.